നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി അരച്ചെടുത്ത് വെച്ചതാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇഡ്ഡലി പൊടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതായത് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളക് കായപ്പൊടി എല്ലാം ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് പൊടിച്ച് വയ്ക്കുന്നതാണ്. ആവശ്യമുള്ളത് കുറച്ച് സവാള, ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക്, കുറച്ച് എണ്ണ വേണം, കുറച്ച് കരിവേപ്പില. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. തവയിലാണ് ഇഡ്ഡലി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം റിഫൈൻഡ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തെടുക്കാം. ഉള്ളി ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ ഒത്തിരി ഒന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. കുറച്ച് കരിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കരിവേപ്പില ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇഡ്ഡലി മാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് അത് നോക്കിയിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ടൊമാറ്റോ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കണ്ടോ, നേരത്തെ കാട്ടിയും കുറച്ചും കൂടി ആ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണ കുറഞ്ഞു പോകില്ല കേട്ടോ. മിനിമം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും ഒഴിക്കണം. കാരണം ഇനി ഇതിൽ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഒഴിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മിനിമം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എണ്ണയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ബട്ടർ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത്ര മതിയാവും. ഒത്തിരി അങ്ങ് വഴറ്റി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് ഇഡ്ഡലി പൊടിയാണ്. അതൊരു 3/4 ടേബിൾ സ്പൂൺ ഇഡ്ഡലി പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇഡ്ഡലി പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. പിന്നെ ഈ മസാലകൾ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഫ്ലെയിം നമ്മൾ മസാലയൊക്കെ ഇനി ഇഡ്ഡലി പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മസാല ഒരു ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തവ അനുസരിച്ചിട്ട് ഇതിപ്പോൾ കുറച്ച് വലിയ തവ ആയതുകൊണ്ട് തന്നെ 4 മുതൽ 5 ഇഡ്ഡലി നമുക്ക് ഒരേ സമയത്ത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ തവയാണെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഇഡ്ഡലി മാത്രമേ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ 4 ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരുപോലെ 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈക്വലായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടുകയാണ്. അപ്പോൾ മല്ലിയില കൂടുതൽ ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. കട്ടിയായിട്ട് ഒഴിക്കേണ്ട കേട്ടോ. അപ്പം ചെറിയ ഇത് ഈ ഒരു വലുപ്പത്തിനാണ് എടുത്തത്. വേണമെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അധികം പ്രസ് ചെയ്യണ്ട, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയാവും. കാരണം അത് താനേ അങ്ങ് കവറായിക്കോളും. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഇഡ്ഡലി പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ലിഡ് വെക്കുന്നതിന് മുന്നേ ആ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് പോകണം തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയുടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. നേരത്തെ ആ ഒഴിച്ച 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, ആവശ്യമാണെങ്കിൽ ഒഴിക്കുക. അപ്പോൾ ഇന്നൊരു 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചിടണം. ഇപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇത് പതുക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ ഇങ്ങനെ സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് തിരിച്ചിടേണ്ടത്. അപ്പോൾ ദേ പതുക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. തിരിച്ചിട്ടപ്പോൾ ഈ ഒരു പീസ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല കെയർഫുള്ളായിട്ടാണ് തിരിച്ചിടേണ്ടത്. അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു ചെറിയ സ്പൂണ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ചെറിയൊരു ഡ്രോപ്പ് കണക്ക് ഒഴിച്ചാൽ മതിയോ, അധികം ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ബട്ടറോ നെയ്യൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം. ഇതൊരു 3 മുതൽ 4 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുത്ത സൈഡ് ഒന്ന് കുക്കാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ, കാരണം നമ്മൾ ഒരു ചെറിയ സ്പൂണല്ലേ ഒഴിച്ചത്. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ തവ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ ആ മറുഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒന്ന് സ്പൂണും എല്ലാം ഉപയോഗിച്ചിട്ടാണ് പതുക്കെ ഇങ്ങനെ മറിച്ചിട്ടാവും. കണ്ടേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിൻ്റെ ഒന്ന് ഞാൻ തിരിച്ചിടും. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ പകരം ഇതുപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഇഷ്ടത്തോടെ കഴിക്കും. അടുത്ത സൈഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മാക്സിമം 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. സ്വാദേറിയ മസാല തവ ഇഡ്ഡലി റെഡി ടു സെർവ് ആണ്. നമ്മുടെ സ്വാദേറിയ മസാല തവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങാ ചട്നി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കറിയിലേക്ക് ആവശ്യമില്ല, കാരണം ഇതിൽ നമ്മൾ ഉള്ളിയും ടൊമാറ്റോയും അതുപോലെ തന്നെ ഇഡ്ഡലി പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കറിയിലൊന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നേരത്തെ ഇട്ട ചക്ക വരട്ടിയിലൊക്കെ നല്ല നല്ല കമൻറ്റ്സ് വരുന്നുണ്ട്. കുറേ പേര് ട്രൈ ചെയ്തിട്ട് കറക്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വളരെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്